ഹലോ ഹായ്. ഇന്നത്തെ വീഡിയോ ഒരു എൻഗേജ്മെൻറ്റ് മേക്കപ്പ് ലുക്കാണ് കാണിക്കുന്നത്. എൻഗേജ്മെൻറ്റ് അഭിജയുടെയാണ്. ആള് 6:30 വരാൻ പറഞ്ഞു. 6:30 മണിക്കൊന്നും എത്താൻ പറ്റിയില്ല. കാരണം വെളുപ്പിന് 3:30 മണി മുതൽ നല്ല മഴയായിരുന്നു. അങ്ങനെ ആളെത്തിയപ്പോൾ 7 മണിയായി. ആളിന് ലെൻസ് വെക്കാനായിട്ട് നന്നായിട്ട് കഷ്ടപ്പെട്ട് കുറേ നേരം കഷ്ടപ്പെട്ടിട്ട് ഇവളുടെ റിലേറ്റീവും കൂടെ വന്ന് ഹെൽപ്പ് ചെയ്തിട്ടാണ് ഞങ്ങൾ ലെൻസ് വെച്ചത്. ഫൈനലി എങ്ങനെയായാലും നമ്മൾ ലെൻസ് വെച്ചു. പിന്നെ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തു. ഇന്ന് ഭയങ്കര മഴയായിരുന്നു കേട്ടോ. രാവിലെ മുതൽ 3:30 മണിക്ക് തുടങ്ങിയ മഴയാണ്. എനിക്കാണെങ്കിൽ എവിടെയെങ്കിലും പോകാനായിട്ട് ഉള്ളപ്പോഴത്തേക്കും കിടന്ന ഉറക്കം വരത്തില്ല. അപ്പം ഞാൻ കൂടെ ഫോൺ നോക്കും, ടൈം ആയോ എന്നുള്ളത്. അപ്പം 3:30 മണിക്ക് തുടങ്ങിയ മഴയാണെന്ന് ഉറങ്ങാതെ കിടന്നുകൊണ്ട് എനിക്ക് മനസ്സിലായി. അല്ലെങ്കിൽ ഞാൻ ഒന്നും അറിയാറില്ല. അങ്ങനെ നല്ല മഴയുള്ള ദിവസമായിരുന്നു. ഏകദേശം ഉച്ച വരെ മഴ തന്നെയായിരുന്നു. അങ്ങനെ ആളിന് മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലെൻസ് വെച്ചുകൊണ്ട് ആൾ ഒരുപാട് കരഞ്ഞ് കണ്ണിന്നൊക്കെ ഒരുപാട് വെള്ളമൊക്കെ വന്ന് കുറേ നേരം റെസ്റ്റ് എടുത്തുകൊണ്ടാണ് മേക്കപ്പ് ചെയ്തത്. അങ്ങനെ ഐലാഷ് വെച്ചു. കണ്ണിൻ്റെ മേക്കപ്പ് ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഐബ്രോ ഒന്ന് ഷെയ്ഡ് ചെയ്തിട്ട് ബാക്കി മേക്കപ്പ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് ഷെയ്ഡ് ചെയ്യുന്നേ ഉള്ളൂ, അല്ലാതെ ഭയങ്കരമായിട്ടൊന്നും അങ്ങനെ നല്ല ഡാർക്ക് ആക്കുന്നില്ല. ആളിൻ്റെ എൻഗേജ്മെൻറ്റ് ക്ഷേത്രത്തിൽ വെച്ചാണ്. അപ്പോൾ 9 മണിക്ക് ആളിന് പോകണം. അപ്പോൾ മാക്സിമം നേരത്തെ തീർക്കണം എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് മേക്കപ്പ് ചെയ്തത്. പക്ഷേ ആൾ പോയപ്പോൾ 9:30 പിന്നെ കൂടെ വന്ന കുട്ടി അവൾക്ക് ഒന്ന് ഹെയർ ഒന്ന് ജസ്റ്റ് സെറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവളത് മേക്കപ്പ് കഴിഞ്ഞിട്ട് വേണം അവൾക്കൊന്ന് ഹെയർ സെറ്റ് ചെയ്ത് ഫ്ലവറും വെച്ച് കൊടുക്കാൻ. പിന്നെ അഭിജി എന്നോടൊരു ഹെയർ സ്റ്റൈലും മോഡലും കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് തന്നെയാണ് അവൾക്ക് ചെയ്ത് കൊടുത്തത്. ഇങ്ങനെ തന്നെയാണ് പൂ വെക്കണമെന്ന് ആൾ പറഞ്ഞത് ഒറ്റ റൗണ്ട് മതിയെന്നാണ്. പക്ഷേ അങ്ങനെ വെച്ചപ്പം ഇടയ്ക്കിടയ്ക്ക് ഗ്യാപ്പ് ഉള്ളതുപോലെ തോന്നി. അങ്ങനെ ഞാൻ ഒരു റൗണ്ടും കൂടെ ഫ്ലവർ ചുറ്റിയിട്ടുണ്ട്. അപ്പോഴത് നല്ല ഭംഗിക്ക് ഒതുങ്ങിയിരുന്നിട്ടുണ്ട്. നല്ല ഭംഗിയായിരുന്നു കാണാൻ. ആൾ പറഞ്ഞ ഹെയർ സ്റ്റൈൽ തന്നെയാണ് ചെയ്തത്. ഫ്രണ്ടിൽ നിന്ന് പിന്നലെടുത്തിട്ട് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ തന്നെ ചെയ്ത് കൊടുത്തു. പിന്നെന്താ, ആളിൻ്റെ ഡ്രസ്സ് പറയാതിരിക്കാൻ വയ്യ. നല്ല സൂപ്പർ ഡ്രസ്സായിരുന്നു. കളർ കോമ്പിനേഷൻ നല്ലതായിരുന്നു. ആ ഒരു ട്രഡീഷണൽ ലുക്കിന് എപ്പോഴും ഒരു ഭംഗിയാണ്. അപ്പോൾ ആൾ കൊണ്ടുവന്ന മാല ആളിന് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ എൻ്റെ മാലയാണ് ഇട്ട് കൊടുത്തത്. ഞാൻ വർക്കിന് വെച്ചിരുന്ന മാലയാണ്. അപ്പോൾ ആളിന് ആ മാല ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് അതാണ് സെറ്റ് ചെയ്ത് കൊടുത്തത്. അപ്പോൾ നോക്കിയപ്പോൾ അത് തന്നെയാണ് ചേരുന്നത്. 2 മാല വെച്ച് നോക്കിയപ്പോഴും ഈ മാലയാണ് ആ ഡ്രസ്സിന് നന്നായിട്ട് ചേരുന്നത്. നല്ല കളർ കോമ്പിനേഷനായിരുന്നു ഡ്രസ്സ്. എപ്പോഴും ട്രഡീഷണൽ ലുക്കിൽ പെൺകുട്ടികൾക്ക് ഭയങ്കര ഭംഗിയായിട്ട് തോന്നാറുണ്ട്. അതിപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഫൈനലി ജസ്റ്റ് ബ്ലഷ് ലൈറ്റായിട്ടേ കൊടുക്കുന്നുള്ളൂ. ജസ്റ്റ് ബ്ലഷും ജസ്റ്റ് ഹൈലൈറ്ററും കൊടുത്തിട്ടുണ്ട്. ഇതാണ് ആളിൻ്റെ ഫൈനൽ ലുക്ക്. ഇനി നമ്മൾ ധാവണി സെറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. ആളെനിക്ക് ഫോട്ടോ മുമ്പ് കാണിച്ചു തന്നിരുന്നു. ആ മോഡൽ തന്നെയാണ് ധാവണി സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. നല്ല വർക്ക് ചെയ്ത ബ്ലൗസായിരുന്നു. സൂപ്പറായിരുന്നു. നല്ല കളർ കോമ്പിനേഷൻ എല്ലാം കൊണ്ടും നല്ല ഡ്രസ്സായിരുന്നു. എനിക്ക് ഡ്രസ്സ് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇതാണ് ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് തന്നെ തോന്നിയില്ലേ ആ ഡ്രസ്സിൻ്റെ ഒരു ഭംഗി? ഞാൻ സ്റ്റാറ്റസ് ഇട്ടപ്പോൾ ഒരുപാട് പേര് ഡ്രസ്സിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് വീട്ടിൽ പോയി ഉച്ചക്കത്തേക്കുള്ള ഫുഡൊക്കെ എടുത്തുകൊണ്ട് പാർലറിൽ വരാൻ. പിന്നെ ഇന്ന് വൈകിട്ട് ഒരു റിസപ്ഷനും കൂടെ ഉണ്ട്, അതിനും പോകണം. ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം ഈ കൂടെ വന്ന ആളിനെ ഒന്ന് ഹെയർ സ്റ്റൈൽ ചെയ്ത് കൊടുക്കാൻ. അഭിജയെ ഒരുക്കി നിർത്തിയതിന് ശേഷം കൂടെ വന്ന കുട്ടി ആളുടെ റിലേറ്റീവാണ്. അവൾക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് ഹെയർ സ്റ്റൈൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ആളിൻ്റെ ഫൈനൽ ലുക്ക്. എല്ലാം സെറ്റ് ചെയ്തതിന് ശേഷമുള്ള ഒരു വീഡിയോയ്ക്ക് വേണ്ടി ഞാൻ ചെയ്യിപ്പിച്ചതാണ് ഇങ്ങനെ. ആൾ പോവാൻ റെഡിയായി നിൽക്കുകയാണ്. അതിനുശേഷം അവളുടെ റിലേറ്റീവിന് ഒന്ന് ഹെയറും സെറ്റ് ചെയ്ത് കൊടുത്ത് ജസ്റ്റ് ഒന്ന് പൂവും വെച്ച് കൊടുത്തിട്ടുണ്ട്. അവൾ എന്നെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് എന്നെ സഹായിച്ചു. ഇതാണ് ആൾ. ആൾക്കൊന്ന് ജസ്റ്റ് ഹെയർ ചെയ്തേ ഉള്ളൂ. അടുത്ത വൈകിട്ടത്തെ റിസപ്ഷന് വേണ്ടിയുള്ള പോക്കാണ്. ഞാൻ സ്ഥിരം വിളിക്കുന്ന ഓട്ടോയാണ്. ആ ഓട്ടോയിലാണ് ഞാൻ പോകുന്നത്. നമുക്ക് പോവേണ്ടത് പുല്ലയിലാണ്. എൻ്റെ കൂടെ തന്നെ വർക്ക് ചെയ്യുന്ന ചേച്ചിയുടെ മോളുടെ ഫ്രണ്ടിൻ്റെ കല്യാണമാണ്.
അപ്പം പെണ്ണ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. അപ്പം എന്തായാലും ആ ചേച്ചിയുടെ മോളും കൂടെ ഉള്ളത് കൊണ്ട് എനിക്ക് ബോറടിയൊന്നും ഉണ്ടായിരുന്നില്ല. അവളാണ് എന്നെ ഹെൽപ്പ് ചെയ്തത്, ലക്ഷ്മി ഞാനും കൂടെ ഫുള്ള് ഇതൊക്കെ വലിച്ചിളക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് ബാക്കി പരിപാടി തുടങ്ങാൻ. ഏറ്റവും വലിയ പാടും ഇതാണ്. എന്തായാലും പെട്ടെന്ന് 4:15 തന്നെ റിസപ്ഷൻ സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞു. പെണ്ണെത്തിയത് 3:45 പെട്ടെന്ന് തന്നെ സെറ്റ് ചെയ്ത് ഓക്കെ ആക്കി വെച്ചു. ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിലെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നമ്മൾ ഷാൾ വേറൊരു മോഡലിലാണ് ഇട്ടത് കേട്ടോ. ആൾ പറഞ്ഞിട്ട് തന്നെയാണ് സെറ്റ് ചെയ്ത് കൊടുത്തത് ഇങ്ങനെ. താങ്ക്സ് ഫോർ വാച്ചിങ്. ഓക്കെ, ബൈ.